സാബുരിന്റെ 1000 കോടി അങ്ങനെ അക്കൗണ്ട് ഇട്ടിട്ടുണ്ടേ. കടം കഴിഞ്ഞ് കണ്ട പെമ്പിള്ളേർക്ക് വേണ്ടിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കേട്ടാ. നോ ഇൻട്രസ്റ്റഡ്. നിന്നെ വേണമെങ്കിൽ എന്റെ മോനാക്കാം. ചന്ദ്രബോസിന്റെ മോൻ ബോസ്. ഹലോ ഹലോ ഹലോ, പേരെന്താ ബ്രോ? ഒരു സാധനം ചെയ്ത് തന്നായിരുന്നു അത്. ബാങ്ക് കൊണ്ടുപോകോ? 200 കോടി സെറ്റായ? ആ ഉണ്ട്, അത് ചെറിയ ഡിലേ, അതല്ലേ ഞാൻ ഫ്ലൈറ്റ് ഡിലേ, അതാ ഇന്നലെ ഞാൻ വരാൻ പറഞ്ഞത്. സാബുരുവിന്റെ മുഖത്തെനിക്ക് വലിച്ചെറിക്കണം കാശ്. 1000 കോണി. സാബു കേറിയില്ലേ? സാബുരു കേറിയ ജോയിന്റ് അക്കൗണ്ട് തന്നെ ഇട്ട് വെച്ചേക്ക്, അതായിരിക്കും നല്ലത്. അക്കൗണ്ട് ചേച്ചാ അക്കൗണ്ട് തുടങ്ങ, ഞാൻ അതിലിട്ടുതരാം. പേഴ്സണൽ അക്കൗണ്ട്, ഷെയർഡ് അക്കൗണ്ട്, സാബ് എക്സ് ചന്ദ്രൻ. ഓക്കെ, ഇതില് ഡെപ്പോസിറ്റ് 10, 100, 1000, 16 ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, കോടി, 100 കോടി. 10, 100, 1000, 16 ലക്ഷം, 10 പ്രകാശ ബാങ്കിൽ 400 രൂപ എടുക്കട്ടെ. വെയിറ്റ് ചെയ്യാം, ആവശ്യം എടുക്കട്ടെ. പേഴ്സണൽ ബാങ്ക് കൈ പൈസ ഇടട്ടെ. വെയിറ്റ് എന്റെ കയ്യിലിട്ടോ. 6 സെറ്റടാ, സെറ്റ്. ഈ കാശ് ഞാൻ തരാവേ, ആവശ്യം വരുമ്പോ ചോദിച്ചേ. അതൊന്നും വേണ്ട, എനിക്ക് കുറച്ച് പൈസ ഒന്നും വേണ്ട. നോ മണി, ഞാൻ എനിക്ക് തിരിച്ചെടുക്കൂല കേട്ടോ, പ്ലീസ്. പറയാം 1000 കോടി. 10, 100, 1000, 10000 ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി. ഓക്കെ, കടം കഴിഞ്ഞ്. ഇനി എൻ്റെ അക്കൗണ്ടിൽ 10, 100, 1000, 10000 ലക്ഷം, എത്ര കോടി, 10 കോടി, 70 കോടി. പറയാ അല്ല, എന്നെ 70 ഉണ്ട്. നിനക്ക് കാശിന് അതിൽ ആവശ്യമുണ്ടോ? 70 കോടി. ഒരു കുറച്ച് ദിവസം എനിക്ക് സമയം എന്താ തന്നിട്ട് അക്കൗണ്ടിൽ വെച്ച് പൈസ കയറിയിരിക്കും. വേണ്ട, ബാക്കി തെറ്റാക്കാം. നമ്മള് കാശ് വരും പോവും ലവി. കാശ് എങ്ങനെയാണ്? കാശ് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. വില്ലുമോന്റെ ഗർഭം വന്നു. എന്തുവാ ചന്ദ്ര, നീ മീശം തടിയൊക്കെ പിടിച്ച മോനെ. ആ, വില്ലുമോന്റെ പക്ഷെ ഗേൾ ഫ്രണ്ട് പറ, എന്തോ പറ്റി? ഒരു കാര്യം പറയണം. ഒരു കാര്യം പറഞ്ഞു. അർജന്റ്. ആ, മോളെ ഇവിടെ നിൽക്കട്ടോ. ആ, പറ. അണ്ണു ഇന്ന് വരെ കാശിന്റെ കാര്യത്തില് ചന്ദ്രൻ ഇന്നേ വരെ തലതാഴ്ത്തേണ്ടി ഒരിടത്തും ഇന്നേ വരെ വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അണ്ണുവിന്റെ മുന്നില് എനിക്ക് നാണം കെടേണ്ടി വന്നത്. സാബുരിന്റെ 1000 കോടി അങ്ങനെ അക്കൗണ്ട് ഇട്ടിട്ടുണ്ടേ. നന്നായിട്ട് വരൂടാ. അല്ലേലും ഞാനൊരു കാര്യം പറയട്ടെ, നീ നന്മയുള്ളവരാ. പുറമേ കാണുമ്പോ ഊമ്പനായിട്ട് തോന്നുമെങ്കിലും അകത്ത് നീ ഒരു പാവമാണ് ആക്ച്വലി. അണ്ണുവിനെ പോലെ. എന്നെ പോലല്ല, നിന്റെ അച്ഛനെ പോലെ. അച്ഛനെ പോലെ ഇരിക്കും. ആ, അതാ പറഞ്ഞത്. പിന്നെ എന്നെ പോലെ എന്ന് പറയുന്നത് തരി. അപ്പം ഞാൻ എന്റെ ഈ കണ്ടവന്മാരുടെ ഒക്കെ തന്തയാണെന്ന് എന്നെ കിട്ടത്തില്ല, മനസ്സിലായത്? നിനക്കിപ്പോ എത്ര പിള്ളേരുണ്ട് റേസിനകത്ത്? ഒരുത്തൻ എന്തോ അവന്റെ പേരെന്തായിരുന്നു, രാമനായിട്ട് കറിയോ അവന്റെ പേരെന്തോ, ഏതൊരു ഇറക്കം വന്നിട്ട് രാമപുത്രന് എന്തോ ഒരുത്തം വന്നിട്ട് നിന്റെ കൊച്ചാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ് ആക്ച്വലി. ഞാൻ ഈ പെണ്ണ് വില്ലുമോന്റെ ഗേൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിനൊക്കെ എന്തോ ചെയ്യണ്ടേ? ഞാൻ എടുത്ത് തൊട്ടിലാട്ടണോ ഇതിനൊക്കെ? എവിടെ പണിയെടുക്കുന്നത്? നീ ഭയങ്കര
നീ ഭയങ്കര പ്രശ്നമാണല്ലേ അറിയാം, നീ പമ്പി തരല്ലേ, ഞാൻ അതാ പറഞ്ഞേ. ആണോ, ഞാൻ പോയിട്ട് അവന്റെ കേസ് ഡിലീറ്റ് പോരാ. ആരുടെ മോനെ? ഈ രണ്ടാമത്തെ. ആ ശരി ശരി ശരി, അത് ഉള്ളത് തന്നെ, നിന്റെ തന്നെ. രണ്ടാമന്മാരൊക്കെ എന്റെ നെഞ്ചത്തേറിയിരുന്ന് ഊഞ്ഞാലാടുന്ന ലിവി എന്തി? കേറ് കേറ്. ഇവിടെ ഒരു ചെറുക്കനെ പിടിച്ച് നാത്തിടണം കുറച്ച് ദിവസം. നീ ഒന്ന് വിരട്ട വേണ്ടി നിന്നോട്ടെ, നിന്നോണേ, ഒന്ന് പേടിപ്പിക്കണേ. കൊച്ചു പേന അവനൊരു 10-70 കോടി കൊടുക്കാറുണ്ട്. നിന്റെ കാശെല്ലാം തീർന്നാ? എന്റെ വേണോ നോക്കട്ടെ. എന്താ ഇത്? ഹലോ ബ്രോ, കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു നോക്ക് നീ. സത്യമല്ലേ? പോലീസിന്റെ വണ്ടിയൊക്കെ കണ്ട് കുറെ നാളായില്ലടാ. പോലീസ് ഈച്ചയെ അടിച്ച് എന്തിനെ കളിക്കണോ, എന്തിനെ സിറ്റി വരണോ, എവിടെ പോണോ, എന്തിന് ചെയ്യണോ എന്തോ ഒന്നും പറ്റില്ല അവർക്ക്. എന്തൊന്നും ചെയ്യാൻ വയ്യ. ഷമീബ്ര താങ്ക് യു ഫോർ 5 സബ്സ്ക്രിപ്ഷൻ. കാശിട്ടുണ്ടേ, ഇനി ഇന്നത്തെ ഡയലോഗ് കളിച്ചോണ്ട് വരല്ലേ, കാശിട്ടുണ്ടേ. താങ്ക് യു ഫോർ സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു. ചേട്ടാ അങ്ങനെ ആരാ ഓട്ടിക്കണല്ലേ? പമ്പില് പെട്രോളൊക്കെ ഉണ്ടല്ലോ, അരിച്ച് പറക്കിയാണ് എടുത്തിട്ടുള്ളത്. പെട്രോളൊക്കെ ഉണ്ട്, അമര അടിക്കുന്നുണ്ട്. നല്ല നല്ല കച്ചവടം ഉണ്ട് ചേട്ടാ. പക്ഷെ അവിടെ ഇന്നലെ അന്തരം ഫണ്ട് എടുത്തേ, ഇപ്പൊ തന്നെ 6-7 കോടിയായി ടോട്ടൽ. ഇപ്പൊ തന്നെ എത്ര കളക്ട് ചെയ്ത്? ടോട്ടല് കളക്ട് ചെയ്തത് 86 കോടി. ഇത് 6 മാസം കിട്ടുമ്പോഴത്തേക്ക് പൊളിക്കും. നമ്മള് ഇപ്പൊ എടുത്തതിനെക്കാട്ടി കിട്ടും. എടാ ഇത് ഞാൻ കാണിച്ചു കേട്ടെ, ഇത് ഫുള്ളി എന്റെ പേരിലോട്ടാക്കിയാ ഈ പമ്പ്. 1 മാസം ആയില്ലല്ലോ. 1 മാസം ആവുമ്പോ ചന്ദ്രന്റെ പേര് കട്ടാവും. ഓക്കെ അന്ന് നോക്കണേ. എന്നിട്ട് നമ്മളെ ബിനാമി ഐബിഎക്സ് ബ്രോ പുള്ളി വന്നില്ല. ആളെ ഞാൻ എന്റെ ബിനാമിയാക്കി വെച്ചേക്കുന്നു ഇപ്പൊ സിറ്റിയില്. വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലേ. ഹലോ എവിടാ? ഹലോ ഡാഡി പറ. എവിടെ മോനെ? എവിടെ? പമ്പില്. ഞാൻ പമ്പിലുണ്ടല്ലോ. ഏത് പമ്പിലാ? എസ് പമ്പില്. എസ് പമ്പിലോ? ഞാൻ അവിടെ വരാം, അവിടേക്ക്. ആരുടെ ഇതൊക്കെ? ഹലോ 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 ആരാ? ഈതൻ. ഇതെന്താ പവർ റേഞ്ചേഴ്സ് ആരിലാണോ? പോത്ത് ഇതൊക്കെ ഇട്ടേക്കുന്നത്? പവർ റേഞ്ചേഴ്സ് ഫാനാണ്. പവർ റേഞ്ചേഴ്സ് ഫാനാണോ? അതെ അതെ അതെ. മറ്റേ പമ്പില് സാധനം കൂട്ടിയെടുത്ത് നമ്മളങ്ങനെ പെട്രോൾ അടിക്കും. പറയാ വണ്ടിക്കത്തൊന്നും വെക്കത്തില്ലല്ലേ? ഹലോ അവിടെ ഒരു കുഴപ്പമില്ല മോനെ. ഹലോ അമ്മൂല്യ അണ്ണാവുന്നു ഇവനായിരുന്നാ? ചിന്റു പണക്കാരൻ പറവയൊക്കെ ഉണ്ടല്ലോ. ഞാനൊക്കെ ഇത് സിയോണിൽ വിട്ടതാണ്. അതാണ് എനിക്ക് കൊണ്ടുവന്ന സാധനം. പറയാതെ എടാ ഇപ്പൊ ഒരു പയ്യൻ വരും. അവനാണെങ്കിൽ ഒരു കാശിന്റെ അത്യാവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ മോനാക്കിയതാ. ഒന്ന് ഒഴിപ്പിച്ചു വിടണേ പിന്നെ കേട്ടാ. ഒന്ന് കട്ടയ്ക്ക് കൂടെ പറഞ്ഞേ. ട്രാവലർ വിളിച്ചോട്ടെ.
ട്രാവലറിനാരും എന്റെ അടുത്ത് പറയലില്ല നായിന്റെ മോനെ. ട്രാവലറും വിളിച്ച് കല്യാണം മുടക്കാൻ വേണ്ടിട്ട് കല്യാണം മുടങ്ങിയാണ് വലിയ കാരണം. നമ്മളെന്താ ചന്ദ്രന്റെ ഇവിടെ നമ്മള് ഏട്ടൻ്റെ ഒരുക്കിയ ട്രാവലറിൽ പറഞ്ഞു കല്യാണത്തിന് ട്രാവലറിൽ പാട്ട് വിട്ട് ഇടിച്ചു മുഴക്കി പറഞ്ഞു. എന്റെ തൊലി ഉരിഞ്ഞു പോയി, എന്റെ തൊലി. ഞാൻ വിചാരിച്ചേ ചേട്ടന്റെ കൂട്ടുകാരെ പറഞ്ഞ, എന്നിട്ടും എനിക്ക് ഒരു ചമ്മല്. എന്റെ ഇവന്മാരെന്ന് പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു അവിടെ. എസ്പമിലോട്ട് ഉച്ചിരി സൗണ്ട് ഇട്ടെ. ചന്ദ്രന്റെ പിള്ളേരെന്ന് പറഞ്ഞ പിന്നെ ആരാ സൗണ്ട് ഇട്ടെന്താ? സൗണ്ട് ഇട്ടെന്താ? സ്റ്റേബിൾ ആണ് എന്തിനാ ഇപ്പൊ സ്റ്റേബിൾ ആണ്. കത്താലും മറ്റേ പിടുത്തൊന്നും ഇല്ല, കുറവാണ്. ഞാൻ ഫോർക്കിലിട്ടാണ് അവനാ പറഞ്ഞു എനിക്ക് പിടുത്തം കുറവാ. എനിക്ക് പിടുത്തം കുറവാ. കൈ കൊണ്ടോ എടാ, എനിക്ക് ബഗ്ഗാടാ. ദൈവം ഇടിച്ചടാ. മുച്ചിരി ബോസ് എപ്പോ വന്ന ബോസ്? സിറ്റിയിലെ ചന്ദ്രബോസിന്റെ ഡിമാൻഡ് വരെ കുറഞ്ഞപ്പോ മുച്ചിരി ബോസിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞു ചേട്ടാ. വിചാരിക്കും പോലെ അല്ല. വീഡിയോ ഇറങ്ങി ഊയിസ് ബോസ്. അപ്പൊ ആദ്യം ചന്ദ്രബോസ് വേസ്റ്റ് എന്ന് പറഞ്ഞ വെട്ടി കാണിച്ചിട്ട് മുച്ചിരി ബോസ് എന്ന്. അതൊക്കെയാണ് ഇത്. കിരി അത് പോട്ടെ, കിരി ലിസ്റ്റിലുണ്ടായിരുന്ന ഗാങ് ലിസ്റ്റിലുണ്ടാ? അല്ലല്ല ചോദിച്ചാളെ ഇല്ല ചോദിച്ചാളെ വല്ല ഉണ്ടോ? അളിയ മാറിയായിരുന്നേ, അളിയ ഇത് മാറിയായിരുന്നേ ബാനൊക്കെ മാറിയ. ഇനി എന്റെ വായിക്കണ കേക്കുവേ കേട്ടോ. കാണണോ നിനക്ക് എന്ത് സംശയം ഉണ്ടാ ഗിരി? ഗിരിക്ക് സംശയം ഉണ്ടോ എന്തേലും? സംശയം ഉണ്ടല്ലേ? അപ്പൊ പുറത്തൊരു ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വരും, നോക്കണേ. അത് ആര്? ഗിരി എടാ, നീല് വരുന്നോണ്ടേ ഈകളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന, സോറി വാസോണ്ടിങ്ങനെ ആലോചിക്കുക ആരെ മാറ്റാന്ന് കുറച്ചു നാളത്തേക്ക്. അപ്പൊ സജഷനില് ഫസ്റ്റ് അടക്കുന്ന സജഷനിൽ നിന്റെ പേരാ. ഒന്നുമല്ലെങ്കിലേ ഞാൻ ഗ്യാങ്ങിന് വേണ്ടിട്ടാ പുറത്തിരുന്നത്, അകത്ത് വന്നതും എല്ലാം ചെയ്തത്. കണ്ട പെമ്പിള്ളേർക്ക് വേണ്ടിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കേട്ടാ. കേട്ടാ ഇവിടെ പ്രേമിച്ച് നടന്ന് വിശ്വസം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ആരടാ അച്ഛേ? നീ എടാ, ഞാൻ നിന്നോട് ചോദിക്കാം, നീ എന്നെ അന്ന് ഫോൺ വിളിച്ചപ്പോ അച്ഛാന്ന് വിളിച്ചു. നീ ഏത് കണക്കാണ് അച്ഛാന്ന് വിളിക്കണേ? അച്ഛനൊന്നല്ല. അച്ഛന്റെ അങ്ങനെ ഞാൻ എസ്പമ്പില് ഞാൻ രാവിലെ ഒരു പെണ്ണിന്റെ സംസാരിക്കും. ഇനി മേല കൊച്ചു ഇറക്കാൻ നോക്കൂല, അടിച്ച് കറക്കാട്ടറാ മോനെ. അങ്ങനെ അച്ഛനെന്ന് വിളിക്കല്ലേ. എനിക്ക് മക്കളൊന്നും ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. പൊണ്ണുപോലെ ആര് പൊണ്ണുപോലെ നോക്കാന്ന് പറഞ്ഞു? എനിക്ക് ഓർമ്മയില്ല. ഇന്നൊരു ആക്സിഡന്റ് ആയിരുന്നു, എനിക്ക് ലക്ഷം ഓർമ്മയില്ല. ഹലോ, എന്താന്ന് ഇത് കണ്ടാ? ഇത് കണ്ട റീലോഡ് അങ്ങനെയൊക്കെ. ഇനി ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരല്ലേ? ഇങ്ങോട്ടോ എടാ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കിപ്പോ ഒരു അച്ഛനാവുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല ഞാനിപ്പോ ഉള്ളത്. നീ എന്നെ ദൈവം ഇങ്ങനെ പുറകെ നടന്നിങ്ങനെ ഇത് ചെയ്യല്ലേ? എനിക്കങ്ങനെ എനിക്ക് റെസ്പോൺസിബിളായിട്ട് നടക്കാൻ വയ്യ. അതുകൊണ്ട് നീ തന്ന കാശ് തിരിച്ചു തരുവാണ്. എത്ര രൂപയാണ്? 100 കോടി. 100 കോടി. നിങ്ങൾക്ക് 100 കോടിയൊന്നുമില്ല, ശല്യപ്പെടുത്തില്ല. 50 കോടി വരും. ഒരു 50 കോടി. 50 കോടി നെഞ്ചോണ്ടാ? 100 കോടി 100 കോടിയിലൊന്നും ഇല്ല. നീ ഇതാക്കേണ്ട ആവശ്യം. ഞാൻ അച്ഛനടുത്ത് സംസാരിക്കാൻ പറ്റും. നീ ഏതാ? നീ പറ. ഞാൻ സംസാരിക്കടാ. ഫോട്ടോയില് കൊല്ലട്ടെ ഞാൻ.
ആ അട്ടാ ചന്ദ്രൻ ഒരു വാക്ക് പറഞ്ഞാൽ ഞാനിപ്പോ നോക്കിക്കല്ലേ. എടാ അവരിൽ തോക്കൊക്കെ ഉണ്ട്. നീ ആരെന്ന് പറഞ്ഞ ഇങ്ങനെ നടന്ന് അവരുടെ സംസാരിക്കുന്ന അവരെ തോക്കൊക്കെ ഉണ്ട് കണ്ടാ നീ? അല്ല ഇവണ്ണുണ്ടല്ലോ എനിക്കെന്താ? എടാ 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 ഇത് എന്റെ അണ്ണനാണ് കേട്ടാ. എഴുതി തന്നോ എഴുതി തന്നോ. എടാ ലഗി 30 കോടി ലഗി 30 കോടി ഇരട്ടെ തന്നാണ്. നമ്മളെ പമ്പ് എത്ര അടക്കണം നമുക്ക് എടുത്ത്. ആ ഞാൻ അടയ്ക്കാം കണക്കാൻ തീർക്കട്ടെ. ഞാൻ പോകത്തില്ല, ഞാൻ പോയി ഒന്നുമില്ല, ഒന്നും പറയണ്ട ഡാഡി. പോവാ എവിടത്തെ ഡാഡി? നമുക്ക് മറ്റേ വേറെ പമ്പുണ്ട്, വേറെ പമ്പിൽ പോയി പൈസ അൺലോക്ക് ചെയ്ത് ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. അച്ഛന്റെ അരി നീ എനിക്ക് 70 കൊടുത്തിട്ട് കള്ളം പന്ന പരനാറി. നീ എന്റെ കള്ളം പറയലടാ നാറി. ഇടടാ ആ മുച്ചിരി അവന് ഇടിച്ചു കൊല്ലടാ മുച്ചിരി അവനെ അച്ഛന്റെ മുറി ഇടാ ചവിട്ട ഇടടാ അവനെ ഇടിച്ചു പിടിച്ചവനെ. നീ എന്നെ അടിക്കാൻ വേണ്ടി നീ കയ്യിൽ വഴി എടുക്കലടാ പട്ടി. നീ എന്റെ അടുത്ത് കള്ളം പറയാറായ നീ? കള പറയുന്ന ഉപ്പാനോട് നിന്റെ ഉപ്പയാ? ഉപ്പാനല്ലേ ഞാൻ വരെ പറഞ്ഞോണ്ടായിരുന്നു. ഉപ്പെന്നല്ല അവനെ ഞാൻ ഇതാക്കി ഡിവോഴ്സ് ചെയ്തു. ഡിവോഴ്സ് അല്ല ഇങ്ങോട്ടോ ഞാനേ ഫിനാൻഷ്യലി കുറച്ച് ബ്രോക്കായിട്ടിരിക്കുകയാണ്. അന്ന് കയ്യിൽ വെച്ച സാധനം ഇല്ലേ കയ്യില്? കൊറച്ചുണ്ട്, ഒന്നെന്തോ മിസ്സിംഗ് ഉണ്ട്. മോന്ത ഇടിച്ച് കീറിഞ്ഞ് ഒന്ന് മിസ്സിംഗ്. ഒന്ന് അതെങ്ങനെ മിസ്സിംഗ് ആയി? അന്റെ അങ്ക് യൂസ് ആക്കണ്ടേ ഡ്യൂറബിലിറ്റി തീർന്നാ? പിന്നെ സാമാനം അവിടെ അത് ആടുന്നെടുത്ത് ഇതാക്കിയവരെ എക്സ്ചേഞ്ച് ആക്കിയവരെ. എവിടെ സാധനം? അവിടെ സാധനം ഉണ്ട് അപ്പാർട്ട്മെന്റില്. എടുത്തിട്ട് ഒക്കത്തെ വാ അങ്ക് പിരാന്താണ്. ഒക്കെ വേണം ഒക്കത്തെ വാ എന്റെ ഒക്കെ എന്ത് പറയും? ടുഗദർ കം. എടാ ലവി ലവിയല്ല ലവി ഇവിടെ നിന്ന് എണീക്കും. ഇവനെ കൂടെ കൊണ്ടുപോകണം നീ. കൊണ്ടുപോയിട്ട് കൂടെ വെച്ചരാ ബോഞ്ചിയുള്ള കാണിച്ചു കൊടുത്ത് ഒന്ന് കറക്കി. അപ്പോഴത്തേക്ക് ഞാൻ പോട്ട് നീ നമ്മളെ പിള്ളേരൊക്കെ വിളിച്ചേ കറക്കി അങ്ങ് വിളി ഫോണ് കറക്കേ. ഈ വണ്ടിയുടെ എന്റെ വണ്ടിയുടെ എന്താ ലവി ചോദിച്ചാ അവരുടെ അടുത്ത്? മുച്ചിരി ഞാൻ ആരെയും പറഞ്ഞു അടുപ്പിച്ചിട്ടില്ല. എന്നെ മുച്ചിരി ബോസ് വിളിക്കാം. ആ സ്നേഹത്തെ വിളിക്കുന്നില്ലേ? ചന്ദ്ര ഈ വണ്ടിയാണ്, ഈ വണ്ടി എന്റെ വണ്ടിയാണ്. ചന്ദ്ര പരട്ട വണ്ടി കേറാൻ വേണ്ടി അത് ഏത് വണ്ടിന്നറിയോ? അപ്പാർട്ട്മെന്റ് വിട്. നിന്നെ വേണമെങ്കിൽ എന്റെ മോനാക്കാം. ആരെ? എന്റെ മണ്ണ വേണ്ട, നോ ഇൻട്രസ്റ്റഡ്. ചന്ദ്രബോസിന്റെ മുച്ചിരി ബോസ് വേണ്ട നോ പറ. അതിന്റെ ആവശ്യമില്ലേ? ഇഷ്ടല്ല? ഇല്ല. അച്ഛനുള്ള പവറൊന്നുമില്ല ചന്ദ്രന് അച്ഛനുള്ള പവർ എന്തായാലും ഇല്ല. അച്ഛനുള്ള പവർ എന്റെ മുത്തച്ഛനുള്ള പവർ ഉണ്ടായതുകൊണ്ടാണ് നീ ഇങ്ങനെ ജീവിച്ചിരിക്കണ ഇവിടെ. കേട്ടാ ചന്ദ്രക്ക് സിറ്റിയില് ബലയില്ല അതറിയോ? ചന്ദ്രക്ക് ഇപ്പൊ സിറ്റിയില് ബലയില്ല അതറിയോ? ബലയൊക്കെ വരുവാടാ. ശരി ചന്ദ്ര ഒന്ന് എന്റെ ബാക്കിൽ നടക്കും. ഉച്ചിരി ബോസിന്റെ ആളാ അങ്ങനെ പറഞ്ഞിട്ടേ നടക്കും. ഇപ്പൊ നമ്മള് ബലയുടെ പിന്നാലെ പോവാറില്ലടാ. ബല നമ്മളെ തേടി വരാറാണുള്ളത്. നമ്മളെ അതുകൊണ്ടാ ഇപ്പൊ ആരുമില്ല. ഒരു കൊതുക് പോലും വരുന്നില്ലല്ലോ കുത്താന് ഇപ്പൊ. ഇനി ഉണ്ണിയൊന്നുണ്ടാ അടിച്ചുറക്കല്ലേ ഇപ്പൊ ഇവിടെ ഇട്ട്? അങ്ക് താല്പര്യമില്ല ചന്ദ്ര സത്യം. അപ്പാർട്ട്മെന്റ് ഇവിടെ അകലെ ഞാനും നീയും. എന്നോട് എത്ര ആൾക്കാർ ചോദിച്ചറിയോ പൈസക്ക് ഈ സാധനം ഇപ്പൊ എടുക്കാൻ പോന്നെ? ആർക്കും കൊടുത്തിട്ടില്ല. ട്രസ്റ്റ്. നമുക്കൊരു സാധനം ഏൽപ്പിച്ചാൽ അത് അങ്ങനെ തിരിച്ചങ്ങനെ തന്നെ ഏൽപ്പിക്കും. അതാണ് ട്രസ്റ്റ്. മനസ്സിലായോ?
കുഴപ്പമില്ല ബ്രോ. എന്തെങ്കിലും പറ്റിയോ? നിങ്ങൾക്ക് പറ്റിയാ? വിട് വിട് വിട്. ആർക്ക് പോന്നേ? അടങ്ങടാ പട്ടി. അങ്ങനൊന്നും പറയല്ലേ, ആള് വരെ നമ്മളെ. നിന്നെ ഇവിടെ കെട്ടി ഒതുക്കാകിലിട്ട് അടിച്ചങ്ങ് തീർക്കാൻ ഞാൻ കേട്ടാ. ഒരു മനുഷ്യല്ലേ ഇവിടെ, നിർത്ത്. ആരും കാണൂല. ഞാൻ പറഞ്ഞു നിന്റെ അപ്പാർട്ട്മെന്റില് അതിൽ വരാൻ കഴിയില്ല ഇപ്പൊ. ഇവിടുന്ന് എടുക്കണം. 1 2 3 4 5 6 7 8 9 10. 10 ഉണ്ട് ചേട്ടാ. ഒന്നിന് ഡ്യൂറബിലിറ്റി കുറവാ. സീനുണ്ടോ? എന്തറാ പാതി. അതാ ഞാൻ പറഞ്ഞ എക്സ്ചേഞ്ച് ആക്കി. 3 4 5 6 7 8 9 മതിയാ? മറ്റേത് വേണോ? 38 ഡ്യൂറബിലിറ്റി ഉള്ളു മറ്റേ. ഇങ്ങനെ ഏൽപ്പിച്ച പണി മര്യാദ ചെയ്തിരുന്നെങ്കിലേ ഇന്നിപ്പം എന്ത് ഒരു കണ്ണല്ലേ പോയിട്ടുള്ളൂ? അതല്ല, ഇന്ന് നീ ഏൽപ്പിച്ച പണി ചെയ്തിരുന്നെങ്കിൽ ഞാനിന്ന് എനിക്ക് 1 മാസം സസ്പെൻഷൻ കിട്ടത്തില്ലായിരുന്നു. അത് ശരിയാ. തരണ്ടേ? നിനക്ക് വല്ല അറിയണ്ടേ പറിക്കാൻ? ആള് തന്നെങ്കല്ലേ ഞങ്ങൾക്ക് ആ പണി എടുക്കാൻ കഴിയൂ. തരണ്ടേ? ഇപ്പൊ ഞങ്ങക്ക് സസ്പെൻഷൻ കിട്ടോ? ചന്ദ്രനി തന്നേനി. ഏതാ? ഞങ്ങക്ക് സസ്പെൻഷൻ കിട്ടോ? ഇതെന്റെ കണ്ണല്ലേ ഇത്, നിനക്ക് സസ്പെൻഷൻ കിട്ടിയാണ്. അത് ശരിയാ. അകലെ ഞാനും നീയും. അതിന് ആരും അറിയില്ലല്ലോ എന്റെ ഈ സാധനം ഉള്ളത്. ചന്ദ്രമായിട്ട് ഊമ്പിച്ചിട്ടങ്ങ് മതി എന്നെ. അതെ അത്രയല്ലോ അല്ലേ ചന്ദ്രൻ. ഞാൻ തമാശക്ക് പല ഇതും പറയും കേട്ടോ, അത് സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. ചന്ദ്രൻ എടുക്കല്ല പ്ലീസ്. എന്ത് കളിയാക്കാൻ വരാണ് ഒറ്റ കാര്യം ചോദിച്ചാൽ മതിയേ. എലി ഓടിക്കാൻ അറിയാമെന്ന് ചോദിച്ചാൽ മതി. പുള്ളിക്ക് 7 വർഷമായിട്ട് ഇവരെ എലി ഓടിക്കാൻ അറിഞ്ഞൂടാ. പിന്നെന്ത് നാണക്കടല്ലേ പറയുമ്പോ? നിങ്ങക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ. എനിക്ക് നിന്നെക്കാട്ടി എന്തെങ്കിലും വൃത്തിക്ക് ഓടിക്കാ. എലി പിറ്റിംഗ് ഉണ്ടാ? ഞാൻ മൗസിലാ ഓടിക്കുന്നേ. മൗസിലാ ഓടിക്കുന്നേ. ഞാനും മൗസിലാ ഓടിക്കുന്നേ. ചന്ദ്ര പറയും പോണാ. നീ എവിടെ വെച്ചാ എലി കൊണ്ട് നീ പോണെങ്കി പോ. പിന്നെ കളിക്കാം ഇല്ല മുച്ചിരി ഇപ്പൊ എവിടെ? ഞാൻ അപ്പാർട്ട്മെന്റ് ചന്ദ്രന്റെ കൂടെ. നീ എന്താക്കുന്നേ? പെണ്ണുങ്ങളെ എത്തിയിട്ടുണ്ടല്ലേ? അല്ല അല്ല, ഞാനിവിടെ റിപ്പയറില് 2 വള്ളിയൊക്കെ പിടിച്ചിരിക്കുക. ഫുൾ സപ്പോർട്ട്. നിങ്ങളല്ലേ ഇപ്പൊ മുമ്പിളവിടെ സംസാരിച്ചിരിക്കുന്നത്? ഞാനും ഒരു പെണ്ണുങ്ങളിൽ കൊണ്ടിരിക്കില്ല മോനെ. എടാ എനിക്ക് ഹെൽത്ത് തരുമോ? ചന്ദ്രനെയാന്ന് തോന്നട്ടെ. വിളിയാട്ട് നോക്ക് നീ. നീ വിളിയാട്ട് നോക്ക്. നീ വിളിയാട്ട് നോക്ക്. കേരള നീ വിളി. ചന്ദ്രല്ലേ ബോസ്? എന്നെ എന്തിനാ നീ വിളിക്കുന്നേ? ചന്ദ്രനെയാ ചന്ദ്രനെയാ ചന്ദ്രനെയാ. മുച്ചിരി ബോസ് അല്ലെന്നല്ല പറഞ്ഞ കേട്ട്. റെഡി പറഞ്ഞ കേട്ടില്ല അവൻ. ചന്ദ്രബോസ് ഉള്ള പേര് മുച്ചിരി ബോസ്. സോറി ചന്ദ്ര. ഞാൻ എന്ത് ചെയ്യാൻ? ആൾക്കാർ എന്നെ ബോസ് വിളിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ചന്ദ്രനെ പോലെ പറയിപ്പിച്ച് പറയുന്നതല്ലോ. ചന്ദ്ര സോറി. വേണ്ട മുച്ചിരി, തോക്കെടുത്തവൻ തോക്കാലെന്നാണ്. അകലെ ഞാനും നീയും കാണാനകലെ ഒരു നാൾ നീയൻ വരം നനവെന്ന്. അങ്ങനുണ്ട്.